നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്സാപ്പ് പെട്ടെന്ന് തുറന്നു നോക്കുന്ന സമയത്ത് ഈ രൂപത്തിലാണ് കാണിക്കുന്നതെങ്കിൽ എത്ര വലിയ ടെൻഷനായിരിക്കും. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് കരുതി നിങ്ങൾ മാറി നിൽക്കേണ്ട. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മൊബൈലിലുള്ള ഗൂഗിൾ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ സെർച്ച് ബാറിൽ വാട്സാപ്പ് സപ്പോർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ കോൺടാക്റ്റ് വാട്സാപ്പ് എന്ന ഈ ഒരു സൈറ്റ് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇവിടെ വാട്സാപ്പ് സപ്പോർട്ട് എന്ന ഭാഗത്ത് ഒരു ലിങ്ക് കാണാൻ സാധിക്കും, കോൺടാക്റ്റ് അസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏത് നമ്പറാണ് നിങ്ങളുടെ വാട്സാപ്പ് ഓപ്പൺ ആകാത്തത് ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ US കോഡാണ് കൊടുത്തിട്ടുണ്ടാകുക. അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇന്ത്യ സെലക്ട് ചെയ്യുക. ഇനി അത് കാണുന്നില്ലെങ്കിൽ സെർച്ച് ബാർ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ കിട്ടും. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, തെറ്റാതെ ആ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന മെയിൽ ID, നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മെയിൽ ID തന്നെ ഇതിൽ കൊടുക്കണം. ഇവിടെ ഇമെയിൽ അഡ്രസ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു മെയിൽ ID ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം ഇമെയിൽ ID എന്ന ഭാഗത്ത് കൃത്യമായിട്ട് അതേ മെയിൽ ID തന്നെ ഇവിടെ കൊടുക്കുക. ഓക്കെ, അങ്ങനെ കൊടുത്തതിന് ശേഷം ഇവിടെ താഴെ നിങ്ങൾ ഏത് മൊബൈലാണ് ഉപയോഗിക്കുന്നത്, ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഐഫോൺ അല്ലെങ്കിൽ വെബ് ഡെസ്ക്ടോപ്പ് ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ആൻഡ്രോയിഡ് ആണ്, ആൻഡ്രോയിഡ് സെലക്ട് ചെയ്തു. അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്നുള്ളത് ഇവിടെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക. ഞാൻ ഓൾറെഡി കോപ്പി ചെയ്തത് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. ഇതുപോലെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല എങ്കിൽ ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചു തരാം. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. അതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ താഴെ കാണുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പണായിട്ട് വരും. ഓപ്പണായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടത് ആവശ്യമില്ല. ഇവിടെ സെൻഡ് ക്വസ്റ്റ്യൻ എന്ന ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മെയിൽ വരും. അതായത് ഇപ്പം മെയിൽ സെൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വന്ന മെയിൽ നിങ്ങൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണിക്കും. നിങ്ങൾ സാധാരണ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് കാണിക്കുന്നത്, അതിൻ്റെ താഴെ ഒരു റിക്വസ്റ്റ് റിവ്യൂ എന്ന ഭാഗമുണ്ട്. അവിടെ ഇതുപോലെയാണ് മെയിൽ വരിക. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. മെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണിക്കുക. അതായത് വാട്സാപ്പ് ടീമിൽ നിന്ന് തന്നെ, സപ്പോർട്ട് ടീമിൽ നിന്ന് തന്നെ നമുക്കൊരു മെയിൽ വന്നിട്ടുണ്ട്. ഇതിൽ എഴുതിയിട്ടുള്ളത് നിങ്ങളുടെ വാട്സാപ്പ് തുറന്നു നോക്കുക. അവിടെ തന്നെ നിങ്ങൾക്ക് റിക്വസ്റ്റ് എ റിവ്യൂ എന്ന് എഴുതിയിട്ടുണ്ടാകും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. അത് ഓൾറെഡി റിവ്യൂവിലേക്ക് പോകും. പിന്നെ നിങ്ങളുടെ കാര്യങ്ങളും മറ്റുമൊക്കെ നിങ്ങളിപ്പോൾ മെയിൽ അയച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് അവർ റിവ്യൂ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ വാട്സപ്പ് തുറന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. വാട്സപ്പ് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണിക്കുക. താഴെ റിക്വസ്റ്റ് റിവ്യൂ എന്ന ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഓൾറെഡി നിങ്ങൾ മെയിൽ അയച്ചതുകൊണ്ടും അതുപോലെ തന്നെ നിങ്ങളുടെ വാട്സപ്പിൽ നിന്ന് തന്നെ നിങ്ങൾ റിവ്യൂ ക്ലിക്ക് ചെയ്ത് റിവ്യൂ കൊടുത്തതുകൊണ്ടും അവർ കൃത്യമായിട്ട് നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് റിവ്യൂ ചെയ്തിട്ട് പ്രശ്നക്കാരൊന്നും അല്ല, അല്ലെങ്കിൽ കാര്യമായ പ്രശ്നമൊന്നും ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് മിസ്റ്റേക്ക് ആണ് എന്നൊക്കെ അവർ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങളുടെ വാട്സാപ്പിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരും. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പിന് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ അത് റിവ്യൂ ചെയ്തിട്ട് പരിഹരിച്ച് തരികയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.